ഉടമ്പടി എപ്പോഴും പുഷ്പിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. ഇപ്പം നിങ്ങൾ ടെക്നിക്കലായിട്ടും ഇങ്ങനെ സാങ്കേതികമായിട്ടും വിഷയങ്ങൾ ചെയ്താൽ അത് ഡ്രൈ ഉടമ്പടി എന്ന് പറയും, ഡ്രൈ കവനൻറ്റ്. നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നത് ഡ്രൈ കവനൻ്റാണ്. ഞാനെപ്പോഴും ഡ്രൈ കവനൻ്റ് എന്ന് പറയാം. എന്നാൽ ഡ്രൈ കവനൻ്റ് ഞങ്ങൾ കുർബാന ചൊല്ലുന്ന പട്ടക്കിടുന്ന മുമ്പ് ഡ്രൈ മാസം നടത്തുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞായിരുന്നു, ഇപ്പോഴും ഞാനത് പറയുകയാണ്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒസ്തി പിന്നൊക്കെ എടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുക്കും. പട്ടം കിട്ടിയിട്ടില്ല, അത് ചൊല്ലി പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറ്റും, നമ്മൾ എത്ര വാഴ്ത്തിയാലും ഈ ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായി മാറത്തില്ല. ചിലർ എത്ര ഉടമ്പടി രോഗികളെ കണ്ടാലും ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. ഡ്രൈ കവനൻ്റാണ്. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ആതുര സേവനങ്ങൾ ചെയ്താലും, കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവസരം കാണുമ്പോൾ ദൈവമായിട്ട് തോന്നണം. അതാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്, അതാണ് ഞാനെന്ന് പറയണത്. അല്ലെങ്കിൽ ഈശോക്ക് രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഞാൻ രോഗിയായിരുന്നു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് എല്ലാത്തിനുപരിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം തന്നെ സ്നേഹിച്ചിട്ട് ചില പറയുമേ ദൈവം എന്ത് സ്വാർത്ഥനാണ്, എല്ലാവരത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കണം. ഇതൊരിക്കലും നമുക്ക് വേറെ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. യുക്തിവാദികളൊക്കെ പറയത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കണ ദൈവം എന്തൊരു സ്വാർത്ഥനാണ്. പക്ഷേ അതെന്താ സംഭവം, നമ്മൾ ദൈവത്തെ സമ്പൂർണ്ണമായി എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിച്ച് കഴിയുമ്പോൾ അടുത്ത കൽപ്പന പറയും. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും പാവപ്പെട്ടവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങളിൽ നിൻ്റെ ഒപ്പം നടന്നു കയറാൻ പറ്റാത്തവർ ആരുണ്ട്? അവർക്ക് നീ സഹായിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണോ, സ്വന്തമാണോ, ജാതിക്കാരനാണോ, സമുദായക്കാരനാണോ നോക്കും. അങ്ങനെ നോക്കരുത്, ഞാനാണെന്ന് കണ്ടാൽ മതിയെന്ന്. ശ്രദ്ധിക്കട്ടെ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമി ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാകുമ്പോൾ സ്നേഹം സഹമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു, സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുർബാനയായി തീരുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. കർത്താവിൻ്റെ വചനം ഇങ്ങനെ തന്നെ. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹം എന്താണ്? കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജാതിയോ മതമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിക്കണമെന്ന്. അതെന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കാം. അത് ഇഷ്ടത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലല്ല, മതത്തിൻ്റെ പേരിലല്ല, സമുദായത്തിൻ്റെ പേരിലല്ല. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കണത് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന നിങ്ങൾക്ക്, ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളെ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ചിന്തിച്ച് കളി കയറേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയും, അതായത് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളോട് ദൈവത്തിന് ഇഷ്ടം തോന്നണം. എന്താ കാരണം? ഈ ദൈവസ്നേഹം രൂപപ്പെടുത്തി വന്നാൽ, അത് ഉടമ്പടി ബേസ്മെൻറ്റിലാണല്ലോ ദൈവസ്നേഹം നമ്മളിൽ രൂപപ്പെടുത്തി വരണത്. കാര്യം അത് ഭക്തിയിൽ അടിസ്ഥാനമാണ്. ഭക്തി
ദൈവസ്നേഹത്താൽ ഒട്ടുന്ന വിഷയമാണെന്ന് സങ്കീർത്തനം 91:14 പറഞ്ഞില്ലേ? അപ്പോഴേ ഈ ഉടമ്പടിയിൽ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. അപ്പോഴെന്ത് പറ്റും? നിനക്ക് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നും. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഗ്രൗണ്ടുമില്ല. എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു വചനമുണ്ട്. എന്താ വചനം? സങ്കീർത്തനം റോമ 9:15 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അപ്പൊ ഇതാണ് വിഷയം. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തു. ഇനി എന്താണ് ഓപ്ഷൻ? പന്ത് കർത്താവിൻ്റെ കോട്ടിലാണ്. എന്താ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കാം. പിന്നെന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഔട്ടായി കഴിഞ്ഞാലേ ഇനി നമ്മൾ ആൻസർ നമ്മളായി പറയേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയ തോന്നാൻ എന്താ ഒരു വഴി? അടുത്ത ചിന്ത അതല്ലേ? ദൈവം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് ഇപ്പോൾ റോമ 9:15 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ദയ ദൈവം നമ്മോട് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ക്ലിയറായില്ലേ സംഭവം? ദൈവത്തിൻ്റെ ദയ നമ്മളോട് ഇപ്പം നമുക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം. എന്ത് ഗ്രൗണ്ടിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ യോഗ്യത കൊണ്ടല്ല, ദയ കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണെന്ന് വ്യക്തമല്ലേ? ശോഭയ്ക്ക് കിട്ടിയതും അതുപോലെ അഞ്ചു ആന്റണി കിട്ടിയതും എന്താണ്? അനുകമ്പയും ദയമാണ് കിട്ടിയിരിക്കുന്നത് ഉടമ്പടി വഴി. അങ്ങനെ ദൈവത്തിന് ഉടമ്പടി പ്രകാരം എന്നോട് ദയ തോന്നണമെങ്കിൽ, എന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാട് എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ തോന്നും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഇന്ന പർട്ടിക്കുലർ വ്യക്തിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഭാഗത്താണ് ബോൾ വരണത്. പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ദയ നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അതല്ലേ? ഉടമ്പടി വർക്കൗട്ട് ചെയ്യണേ ഇങ്ങനെയാണ്. എന്നോട് ദൈവത്തിന് ദയ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് എൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? 9:16 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇനി പ്രയത്നിച്ചത് കൊണ്ടും ആ പ്രയത്നത്തിൻ്റെ പിന്നിൽ ഇപ്പം ഞാൻ പറഞ്ഞു സാങ്കേതികമായി പ്രവർത്തിക്കാം. 10 പത്രം മേടിച്ചിട്ട് ഓരോരുത്തരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. രോഗികളെ പോയി കാണാം. അങ്ങനെ സാങ്കേതികമായി നമുക്ക് പ്രവർത്തിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഇല്ലാതെ ഇവിടുന്ന് പറഞ്ഞു, കൃപാസനത്തിൽ പറഞ്ഞു പത്രം കൊടുക്കാൻ, കൃപാസനത്തിൽ പറഞ്ഞു രോഗികളെ കാണാം, അതുകൊണ്ട് ഞാൻ രോഗികളെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ആർക്കും ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്താൽ അത് കാണും. 9:16 വായിച്ചു. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രവർത്തനമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ആഗ്രഹിച്ച കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടോ ദൈവം അതുപോലെ തിരിച്ച് പ്രവർത്തിക്കണമെന്നല്ല. നമുക്ക് ദയയാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ കരുണ, അനുകമ്പ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നതും ഗ്രേസ് എന്ന് പറയുന്നതും എല്ലാം ഗ്രേസിൻ്റെ ഇഫക്ട്സ് ആയിട്ടാണ് ഇതെല്ലാം വരണത്. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് നമുക്ക് വേണ്ടത് ദയയാണ് ദൈവത്തിൻ്റെ.
അത് ഗ്രേസ് എന്ന് ചില സമയത്ത് പറയും, ചില സമയത്ത് കരുണയെന്ന് പറയും, ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പയെന്ന് പറയും. എന്താ നമുക്കതാ വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതെങ്ങനെ ആർജിക്കാൻ പറ്റുമെന്നാണ് സങ്കീർത്തനം 103:18. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. സ്നേഹം സഹനമാണെന്നോ ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു, സ്നേഹം ബലിയായി തീരുന്നു, ചങ്കം ചോരയുറേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി തീരുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും 103:18. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ കാരുണ്യം, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ, അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഇപ്പൊ എന്തൊരു പ്രോബ്ലം എന്ന് മനസ്സിലായില്ലേ? അതായത് ദൈവത്തിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന്, പ്രഖ്യാപിത നിലപാട് എന്താണ്? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റിപ്പീറ്റ്, റീഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദയയാണ് അടിസ്ഥാനം. അപ്പം ദയയാണ് അടിസ്ഥാനമെങ്കിൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? 9:15. റോമ 9:15. ടേക്ക് അപ്പ് വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പൊ നമ്മുടെ പ്രവർത്തനവും ആഗ്രഹവും അല്ല 9:16 പറയുന്ന പോലെ ദൈവത്തിന് ദയ കിട്ടാനുള്ള ഒരു മാർഗം. ദൈവത്തിന് ദയ കിട്ടാനുള്ള മാർഗം എന്താണ്? അതാണ് സങ്കീർത്തനം 103:18 പറയുന്നത്. എന്താണത്? റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 103:17-18. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. സങ്കീർത്തനം 103:18 പറയുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിന് ഇപ്പോൾ റോമ 9:15 അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു പറഞ്ഞാലും കർത്താവിൻ്റെ കാരുണ്യം ആ ഇഷ്ടമുള്ളവരുടെ പട്ടികയിൽ ആരാണ് വരുന്നതെന്നാണ് സങ്കീർത്തനം 103:18 വരണത്. ആരാ വരണത്? കർത്താവിൻ്റെ ഇഷ്ടമുള്ളവരുടെ പട്ടികയിലേക്ക് നമ്മൾ വരണത് എങ്ങനെയാണ്? സങ്കീർത്തനം 103:18 അനുസരിച്ചാണ്. ഉടമ്പടി പാലിക്കുന്നവരുടെ മേലെ,
ആ ഉടമ്പടി പാലിക്കണത് എങ്ങനെയാണ് പാലിക്കണത്? ആ പാലിക്കണത് സ്നേഹത്തിൽ ഒട്ടി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആ സങ്കീർത്തനം അതായത് സങ്കീർത്തനം 91 പറയണത്. എന്താണ്? അതായത് നമ്മൾ ഉടമ്പടിയിലാണ് ഒരു മാർഗമുള്ളത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളവരായ നമ്മൾ മാറാൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനം ഉടമ്പടിയാണ്. ഉടമ്പടി തന്നെ വെറുതെയും എടുക്കാം, സാധാരണ ആൾക്കാർ സാങ്കേതികമായിട്ട് എടുക്കാം, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 91 വർക്കൗട്ട് ചെയ്യണം. അതെന്താണ്? അവിടുന്ന് സ്നേഹത്തോടെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്. ആർക്കാണ് തികഞ്ഞ ദൈവസ്നേഹം തോന്നണത്? അവരോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടത്തിൻ്റെ, ആ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും സത്യസന്ധതയും ആഴവും അനുസരിച്ച് കൊണ്ടാണ് ഭക്തി വർദ്ധിക്കുന്നത്. ആ ഭക്തരോട് 2 കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. ഒന്ന്, ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ചുണ്ടുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളും ഭക്തി പ്രാർത്ഥനയും പാരവശ്യങ്ങളൊന്നുമല്ല, സത്യസന്ധമായ ജീവിത സാക്ഷ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഭക്തി ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് 2 കാര്യങ്ങൾ ഭക്തിയുള്ളവർക്ക് സംഭവിക്കും. എന്താ സംഭവിക്കും? ഒന്ന്, വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവം. 2, തലമുറകൾ തോറും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മ പറയണത്. സങ്കീർത്തനം അതായത് ലൂക്ക 1:49-50. വായിച്ചോളൂ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ കരുണ തലമുറ തോറും വർഷിക്കുന്ന ഭക്തരോടാണ്. ഭക്തരെന്ന് പറയണത് ഉടമ്പടി ചെയ്യുന്നവരാണ്. ഉടമ്പടി ചെയ്യുന്നവരെന്ന് പറയണത് കടുത്ത ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തെ എല്ലാത്തേക്കാളുപരി സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ നാമത്തിൽ അതിനേക്കാൾ താഴെയുള്ള നമ്മളെക്കാൾ നമ്മുടെ സഹായവും നമ്മുടെ സാന്നിധ്യവും ആവശ്യമുള്ളവരെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുകയും അഭിഷേകം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അല്ല വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വേറെ ഒന്നുമില്ലെന്നല്ല. ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഈ ഏറ്റവും പ്രക്ഷുബ്ധമായൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് നിരന്തരം എല്ലാ ദിവസവും സാക്ഷ്യം പറയുകയാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് എന്തുകൊണ്ടാണ് ഇന്നലെ മേഞ്ഞിട്ട സാക്ഷ്യം 1.25 ലക്ഷം പേര് ഉടനെ കണ്ടത്? എന്തുകൊണ്ടാണ്? സാക്ഷി ഇടിപെട്ടായതുകൊണ്ടാണ്. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറയുന്ന പോലെ ഒരു പരസ്പര സമ്മതത്തെക്കാൾ ഉപരി അതിൻ്റെ ബയോളജി, അതിൻ്റെ പരിച്ഛേദങ്ങളൊക്കെ, അതിൻ്റെ ആന്തരിക ആത്മീയ ഘടനകളൊക്കെ ആഴമായ കാലഹരണപ്പെടാത്ത ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപാടുകളാണ്. അതാണ് ഇക്കാലങ്ങളിൽ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തി നമ്മളെ ദൈവം അനുദിനം ഉടമ്പടിയിലൂടെ അനേകം മക്കളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെ ചെയ്യാൻ കൂടുന്നു അപ്പോഴെല്ലാം സത്യാവസ്ഥകൾ മനസ്സിലാക്കി, കോർട്ട് ദി മാറ്റർ, ആന്തരികതയിൽ എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കി അതിനെ സത്യസന്ധമായി ബുദ്ധിപരമായി പരിശോധിച്ച് ഹൃദയം കൊണ്ട് ചെയ്ത് സുവിശേഷത്തിൻ്റെ എക്കാലത്തെയും വലിയ സാക്ഷികളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് സുവിശേഷത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന സത്യം തിരിച്ചറിഞ്ഞ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ, ജീവിക്കാൻ
ദൈവത്തിന്റെ കൂടെ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരമപിതാവേ, മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ രോഗങ്ങളെല്ലാം ഓർക്കുക. ഓർക്കുന്ന ഓരോ രോഗങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കൈകൾ മാറ്റി മാറ്റി യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി എന്ന് ഉൾക്കൊഴിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യം നേടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സ്തുതിക്കട്ടെ. സാന്നിധ്യം പ്രകടമാക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകൻ്റെ ശിരസ്സിലും മകളുടെ ശിരസ്സിലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഉദരരോഗികളെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവ് ശ്വാസകോശ രോഗികളിലെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ആന്തരിക അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് എവിടെയെല്ലാം വൈറസ് നെഗറ്റീവായിട്ട് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഇൻഫെക്ഷനുണ്ട്, അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടും സ്ത്രീകളുമായിട്ടും പരസ്പരം തിരിഞ്ഞു നിന്ന് അഭിഷേക പ്രാർത്ഥന സമയിക്കുന്നതിൻ്റെ സമയമാണ്. ഈ സമയത്ത് ആത്മാവ് നിറയാനും ഉടമ്പടി സത്യസന്ധമായി ചെയ്യാനും കർത്താവിൻ്റെ കരുണയും ഭക്തിയും ദൈവസ്നേഹവും നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അതുപോലെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, തെറ്റായ നടപടികളിൽ ചെന്ന് അകപ്പെട്ടു പോയ മക്കൾ, അങ്ങനെ പോലെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ വഴിപോലും ഇല്ലാത്ത മക്കൾ, നടക്കാൻ വഴിയില്ലാത്തവർ പോലും ഉണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും അച്ഛൻ ഇപ്പോൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പരസ്പരം തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും. 3 പുരുഷന്മാരും ആണുള്ളെങ്കിൽ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 4 ഉണ്ടെങ്കിൽ 2 പേരുമായിട്ട് തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകൾ അതുപോലെ പരസ്പരം കൈകളെടുത്തിട്ട് കൈകളെ വിരിച്ച് വെക്കുക. അച്ഛൻ വെച്ചിരിക്കുന്ന പോലെ. നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുരത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അഭിഷേക പ്രാർത്ഥന ചെല്ലുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവെ, കൈകളിലേക്ക്, ഈ പാവപ്പെട്ട കൈകളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരെയും കൈകളിലേക്ക് കർത്താവെ, ഇത് അവൻ്റെ ശിരസ് വെക്കുമ്പോൾ ആത്മാവിന് ശക്തി ഉണ്ടാകാൻ വേണ്ടി
ഇപ്പോൾ തിരുത്തത്തിൻ്റെ അഭിഷേകം നൽകാൻ പ്രാർത്ഥിക്കുക. അടിപ്പഴം പോലെ വൈതാഖാനം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. അഭിഷേകത്തിൽ അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെക്കുക. രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെച്ചിട്ട് ശക്തമായി സ്തുതിക്കുക. 3 പേരോ 4 പേരോ 2 പേരോ അങ്ങനെ കിട്ടുന്ന ഗ്രൂപ്പ് അനുസരിച്ച് നിന്ന് ശക്തമായി സ്തുതിക്കുക. സ്തുതിപ്പറിയാത്തവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കണം പ്രാർത്ഥിക്കുക. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും അഭിഷേകം ലഭിക്കാനും ഇന്നത്തെ ധ്യാനത്തിൻ്റെ ദൈവികമായ കരുണയും ഭക്തിയും എല്ലാവരിലും നിറയാനും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ കുരിശിനെ ഓർത്ത് കർത്താവേ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകളുടെ മേലും മകൻ്റെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മ നിറയട്ടെ, എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ സത്യം നിറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ, ദൈവത്തോടുള്ള സ്നേഹം നിറയട്ടെ. കർത്താവ് ഉടമ്പടി സ്വീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ കരുണയും ഭക്തിയും ലഭിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി കർത്താവ് എല്ലാ മേഖലയും സ്പർശിക്കട്ടെ, ഭക്തിയുടെ മേഖല സ്പർശിക്കട്ടെ. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയായി ദൈവസ്വസ്ഥത അനുഷ്ഠിക്കാൻ ആവശ്യമായ കൃപയാൽ മക്കൾ നിരക്കട്ടെ പ്രാർത്ഥിക്കുന്ന. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്തവർ, വാടക കഴിയുന്നവർ, വഴിയില്ലാത്തവർ, കർത്താവ് പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ കർത്താവ് എഴുതിയിട്ടുള്ളവർ, തോറ്റിട്ടുള്ളവരെ ജയിക്കാൻ വേണ്ടി റിസൾട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അമിതമായി ഉത്കണ്ഠയുള്ളവർ, നഷ്ടപ്പെട്ട് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെടുന്നവരെ കർത്താവിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പത്തിൽ കൃപാനുസരിച്ച കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ നൽകട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. ഭാഷാവർ ശ്രദ്ധിക്കട്ടെ, ഭാഷാവർ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥാവർ ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥാവർ പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. ശക്തിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു, സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാ